എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനാണ് ടഫ് ചോദ്യങ്ങളിൽ നമ്മൾ സാധാരണയായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നും അങ്ങനെയാണ്, കുറച്ചും കൂടെ ഫാക്ച്വൽ ആണെന്ന് മാത്രം. ടഫ് ചോദ്യങ്ങളിൽ ഇന്ന് നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനെ ഫെമിലറൈസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗപ്രദമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് 4 സ്റ്റേറ്റ്മെൻറ്റ്സാണുള്ളത്. അത് അനലൈസ് ചെയ്ത് അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയാണ് ഇന്നത്തെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നത് ഈ വർഷത്തെ തണ്ണീർത്തട സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട തീമാണ്. എല്ലാ ദിവസത്തിനും ഇപ്പോൾ ഒരു തീം ഉണ്ടല്ലേ. ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഡേ, അതുപോലെ തന്നെ വുമൻസ് ഡേ, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങൾക്കും ഒരു തീം എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, ഈ വർഷത്തെ എന്താണ് എയിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തീം പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുപോലെ ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നത് ഈ വർഷത്തെ തണ്ണീർത്തട സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട തീമാണ്. വെറ്റ്ലാൻഡ് കൺസർവേഷൻ ഡേയുമായി ബന്ധപ്പെട്ടുള്ള തീമാണെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 4-നാണ്. ഫാക്ച്വലാണ്. പറഞ്ഞിരിക്കുന്നത് എന്താ? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 4-നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3, റാംസാർ ഉടമ്പടി തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. റാംസാർ ഉടമ്പടി എന്ന് പറയുന്നത് എന്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സിൻ്റെ കൺസർവേഷൻ, തണ്ണീർത്തടത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെടുന്നതാണ്. ഏത് ഉടമ്പടി? റാംസാർ ഉടമ്പടി. റാംസാർ തുർക്കിയിലാണ്. ഈ റാംസാർ എന്ന് പറയുന്നത് ഒരു സിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. റാംസാർ എന്നൊരു സിറ്റിയുടെ പേരാണ്. ഈ ഉടമ്പടി സൈൻ ചെയ്ത സിറ്റിയുടെ പേരാണ് റാംസാർ. അപ്പോൾ റാംസാർ ഏത് രാജ്യത്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? തുർക്കിയിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് ഇതിൻ്റെ അനാലിസിസ് നോക്കാം. ഫസ്റ്റ് ചോദ്യം അല്ലേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ വർഷത്തെ തണ്ണീർത്തട സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ ഡേ ആയി ബന്ധപ്പെട്ട തീമാണ് ഇത്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് അല്ലാതെ എന്തുമായി ബന്ധപ്പെട്ടതല്ല, കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡുമായി ബന്ധപ്പെട്ടതല്ല. 2, ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 4-ആണ്. ഫെബ്രുവരി 4, ഫെബ്രുവരി 2 അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ തെറ്റാണ്. ക്യാൻസർ ഡേൻ്റെ തീമാണ് ഇത്, ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-ആണ്, 4 അല്ലേ. ഫെബ്രുവരി 2 അല്ലേ ലോക തണ്ണീർത്തട ദിനം, വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്ന് പറയുന്നത്? അതെ, 2-ആണ്. ഫെബ്രുവരി 2-ആണ്, 4 3, റാംസാർ ഉടമ്പടി തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. റാംസാർ ഉടമ്പടി ആണോ? അതെ, റാംസാർ ഉടമ്പടി എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടതാണ്. അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ്, റാംസാർ തുർക്കിയിലാണ്. റാംസാർ എന്ന് പറഞ്ഞ സിറ്റി തുർക്കിയിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സ്ഥലമാണ്, ഇറാനാണ്, തുർക്കിയല്ല. അപ്പോൾ 4ഉം തെറ്റാണ്. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിലും 3 എണ്ണവും തെറ്റാണ്. 1 മാത്രമാണ് ശരി. ഇത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഏതാണ്? ലാസ്റ്റ് ഓപ്ഷനാണ് ശരി. അപ്പോൾ ഒന്നുകൂടെ പറയാം. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നത് ക്യാൻസർ ഡേയുമായി ബന്ധപ്പെട്ട തീമാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-ആണ്. റാംസാർ ഉടമ്പടി തണ്ണീർത്തട ദിനം സംരക്ഷണമായി, അതായത് വെറ്റ്ലാൻഡ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടതാണ്. റാംസാർ ഈസ് എ സിറ്റി ഇൻ ഇറാൻ. റാംസാർ ഇറാനിലെ ഒരു സിറ്റിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടഫ് ചോദ്യങ്ങളിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.